ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ട് മധുരയിലൊരു പഴക്കച്ചവടക്കാരി ഉണ്ടായിരുന്നു. ഭഗവാൻ നാരായണൻ്റെ പരമഭക്തയായിരുന്നു അവർ. സദാസമയവും നാരായണ നാമം ജപിച്ചുകൊണ്ടാണ് അവർ നടന്നിരുന്നത്. അവർക്ക് വേറെ ബന്ധുക്കളായി ആരുമില്ലായിരുന്നു. തനിച്ചായിരുന്നു താമസം. കാടുകളിൽ പോയി പഴം പറിച്ച് അയൽ ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി വിൽക്കും. അതിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ടാണ് അവർ ജീവിച്ചത്. സദാസമയവും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ജീവിച്ചിരുന്ന ഒരു സാധുവായ അമ്മയായിരുന്നു അവർ. അങ്ങനെയിരിക്കെ ഒരു ദിവസം പഴം വിൽക്കാൻ പോയപ്പോൾ അമ്മയോട് ആരോ പറഞ്ഞു, ഗോകുലത്തിൽ നന്ദഗോപർക്കും യശോദാദേവിക്കും അതീവ തേജസ്സുള്ള ഒരു ഉണ്ണി പിറന്നിട്ടുണ്ട്. നാരായണൻ ശിശുരൂപത്തിൽ അവതാരമെടുത്തിട്ടുള്ളതാണ്. ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ കാണാൻ അതിയായ ആഗ്രഹമുണ്ടായി. അടുത്ത ദിവസം തന്നെ അവർ ഗോകുലത്തിലേക്ക് പഴം കച്ചവടത്തിനായി പോകാൻ തീരുമാനിച്ചു. മധുരയിൽ നിന്നും ഒരുപാട് ദൂരം യാത്ര ചെയ്തു വേണം ഗോകുലത്തിലെത്താൻ. എങ്കിലും ആ കുഞ്ഞിനെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ട് അവർ യാത്ര തുടർന്നു. അങ്ങനെ അവർ ഗോകുലത്തിൽ എത്തിച്ചേർന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കണ്ണൻ ഉറങ്ങുകയായിരുന്നു. അതുകൊണ്ട് ആ അമ്മയ്ക്ക് കണ്ണനെ കാണാൻ സാധിക്കാതെ തിരിച്ചു പോരേണ്ടി വന്നു. എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ ആ അമ്മ ആഗ്രഹിച്ചു. അങ്ങനെ വീണ്ടും അവർ ഗോകുലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. കാട്ടിൽ പോയി പഴങ്ങളെല്ലാം ശേഖരിച്ചു കൊണ്ടുവന്ന് യാത്ര തുടങ്ങി. മെല്ലെ യമുനാ നദിയുടെ തീരത്തെത്തി. യാത്രാക്ഷീണവും വിശപ്പും കാരണം കുറച്ചു നേരം അവിടെ ഇരുന്നു. അപ്പോഴും നാരായണ നാമം ജപിക്കാൻ അവർ മറന്നില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും യാത്ര തുടർന്നു. ഇന്ന് എന്താ ആരും പഴം വാങ്ങാത്തേ? ആർക്കും ഇന്ന് പഴം ആവശ്യമില്ലേ? തൻ്റെ ഉപജീവനത്തിനുള്ള മാർഗം ഇതാണ്. ആരും പഴങ്ങൾ വാങ്ങിയില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് ആ അമ്മ നന്ദഗോപരുടെ ഗൃഹത്തിലെത്തി. അപ്പോൾ മനസ്സിലോർത്തു, യശോദാമ്മ ഇവിടെ ഉണ്ടാകും, കുഞ്ഞിനെയും കാണാം. അതോർത്തപ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അങ്ങനെ ഗൃഹത്തിൻ്റെ മുറ്റത്ത് ചെന്ന് പഴം വേണോ എന്ന് ചോദിച്ചു. പക്ഷേ ആരും മറുപടി ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ആരോ വന്ന് പറഞ്ഞു, യശോദാമ്മ ഇവിടെയില്ല. അത് കേട്ടപ്പോൾ ആ അമ്മയ്ക്ക് സങ്കടമായി. ഇന്നും കുഞ്ഞിനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമത്തിൽ ആ അമ്മ നന്ദഗോപരുടെ ഗൃഹത്തിൻ്റെ മുറ്റത്തുള്ള മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു. കണ്ണുകൾ അടച്ച് ധ്യാനിച്ചിരിക്കുകയായിരുന്നു അവർ. അപ്പോഴാണ് മധുരമായ ഒരു സ്വരം കേട്ടത്. എനിക്ക് പഴം താ. ശബ്ദം കേട്ട് ആ അമ്മ ഞെട്ടി കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ അതാ പീലി തിരുമുടി ചൂടി മുത്തുമാലകൾ അണിഞ്ഞ് ഓമനത്വമുള്ള ഒരു ഉണ്ണി നിൽക്കുന്നു. ആ രൂപം കണ്ടപ്പോൾ തന്നെ ആ അമ്മയ്ക്ക് ഇന്നോളം അനുഭവിക്കാത്ത ഒരു ആനന്ദം തോന്നി. ഞാൻ കാണാൻ കൊതിച്ച രൂപം ഇതാ എൻ്റെ മുൻപിൽ വന്നു നിൽക്കുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ണനാണെന്ന് ആ അമ്മ തിരിച്ചറിഞ്ഞു. എന്നാലും അവർ അറിയാത്ത പോലെ ചോദിച്ചു, നിന്റെ പേരെന്താ ഉണ്ണി? കണ്ണൻ കുസൃതിയോടെ മറുപടി പറഞ്ഞു, എന്നെ അറിയില്ലേ? ഞാൻ യശോദാമ്മയുടെ ഉണ്ണിയാണ്. എല്ലാവരും എന്നെ കണ്ണ, കൃഷ്ണ, ശ്യാമസുന്ദര എന്നൊക്കെ വിളിക്കാറുണ്ട്. അത് കേട്ടപ്പോൾ ആ അമ്മ കണ്ണനോട് ചോദിച്ചു, ഉണ്ണിക്ക് പഴം വേണോ? കണ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പഴം താ. പഴം തരാം, പക്ഷേ എനിക്ക് പണം വേണം. കണ്ണൻ്റെ കയ്യിൽ പണമുണ്ടോ? ബാലകനായ കണ്ണൻ മറുപടി പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും ഇവിടെയില്ല, അതുകൊണ്ട് എൻ്റെ കയ്യിൽ പണമില്ല. പക്ഷേ പകരം എന്നെ എടുത്തോളൂ എന്നും പറഞ്ഞ് കണ്ണൻ ആ അമ്മയുടെ മടിയിൽ കയറിയിരുന്നു. അവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം തോന്നി. ഒന്ന് കാണാൻ ആഗ്രഹിച്ചു മാത്രം വന്ന കണ്ണൻ ഇതാ തൻ്റെ മടിയിൽ കയറിയിരിക്കുന്നു. സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ആ അമ്മ കണ്ണനോട് പറഞ്ഞു, പണം തന്നാലേ പഴം തരൂ. അപ്പോൾ കണ്ണൻ ഒരു നിമിഷം എന്തോ ആലോചിച്ചു. എന്നിട്ട് വീടിൻ്റെ അകത്തേക്ക് ഓടിപ്പോയി. ആ അമ്മ ചിന്തിച്ചു, എന്തിനാവോ കണ്ണൻ ഓടിപ്പോയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ കണ്ണൻ വന്ന് കുഞ്ഞിക്കൈ അമ്മയുടെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ഇത് എടുത്തിട്ട് എനിക്ക് പഴം താ.
ആ അമ്മ കണ്ണൻ്റെ കൈ തുറന്ന് നോക്കിയപ്പോൾ കുഞ്ഞിക്കൈയിൽ കുറച്ച് അരിമണി. കണ്ണൻ്റെ ഈ പ്രവൃത്തി കണ്ടപ്പോൾ ആ അമ്മയുടെ ദാഹവും വിശപ്പും ക്ഷീണവും എല്ലാം മറന്നുപോയി. അമ്മ കുട്ടയിലെ എല്ലാ പഴവും കണ്ണനെ കൊടുത്തു. എന്നിട്ട് ആ അരിമണി കുട്ടയിലിട്ടു. അത് വാങ്ങിച്ച് കണ്ണൻ വീട്ടിലേക്ക് കയറിപ്പോയി. ആ അമ്മ കണ്ണൻ്റെ കുസൃതി കണ്ട് പരമാനന്ദത്തിൽ ലയിച്ച് അവിടെ ഇരുന്നു. അതിനുശേഷം പതിയെ എഴുന്നേറ്റ് സ്വന്തം ഗൃഹത്തിലേക്ക് നടന്നു. മനസ്സ് മുഴുവൻ കണ്ണൻ്റെ കുസൃതിയായിരുന്നു. കണ്ണനെ ആലോചിച്ച് നടന്ന് യമുനാ തീരത്തെത്തി. അപ്പോൾ തലയിലുള്ള കുട്ടയ്ക്ക് ഭാരം കൂടുതലുള്ളതായി ആ അമ്മയ്ക്ക് തോന്നി. പഴക്കുട്ട താഴെ വെച്ച് തുറന്നു നോക്കിയപ്പോൾ ആ സ്ത്രീ അതിശയിച്ചു പോയി. കാരണം അതു നിറയെ സ്വർണവും രത്നവുമായിരുന്നു. ആ അമ്മ എന്തു ചെയ്യണമെന്നറിയാതെ അത്ഭുതത്തോടെ നോക്കി നിന്നു. ആ സ്ത്രീക്ക് മനസ്സിലായി, ഭഗവാൻ ഒരു പിടി അരിയെ തന്നുള്ളൂ, അതിൽ എല്ലാം ഉണ്ട്. ഭഗവാനെ കണ്ട ആനന്ദത്തിൽ ആ അമ്മ മനസ്സിലാക്കി, താൻ കണ്ണനെ ഒരു നോക്ക് കാണാനേ ആഗ്രഹിച്ചുള്ളൂ. അതുകൊണ്ട് ഈ സ്വർണവും രത്നവും ഒന്നും എനിക്ക് വേണ്ട. അത് അവർ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് മണ്ണിൽ കിടന്ന് കരഞ്ഞു. ഭഗവാനെ, കൃഷ്ണ, നാരായണ, എനിക്ക് ഇതൊന്നും വേണ്ട. എനിക്ക് ഭഗവാനെ മാത്രം മതി. എനിക്ക് എപ്പോഴും അങ്ങയെ കണ്ടുകൊണ്ടിരുന്നാൽ മതി. അങ്ങനെ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ ആ അമ്മയെ ഗോലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഭഗവാനെ ഏതാനും പഴങ്ങൾ കൊടുത്തപ്പോൾ ഭഗവാൻ അവരെ ദാരിദ്ര്യത്തിൽ നിന്നും സമ്പന്നതയിലേക്ക് ഉയർത്തി. മറിച്ച് ആ അമ്മ ആഗ്രഹിച്ചത് സദാ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കാനാണ്. അതുകൊണ്ട് ഭഗവാൻ ആ അമ്മയെ കൈപ്പിടിച്ച് ഗോലോകത്തേക്ക് കൊണ്ടുപോയി. ഭഗവാൻ നമ്മൾ എന്തു നൽകുന്നു എന്ന് നോക്കാറില്ല, അത് എത്ര ഇഷ്ടത്തോടെ നൽകുന്നു എന്ന് മാത്രമേ നോക്കൂ. ഭഗവത്ഗീതയിലെ 9-ാമത്തെ അധ്യായമായ രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലെ 26-ാമത്തെ ശ്ലോകത്തിലെ ഭഗവാൻ പറയുന്നുണ്ട്, പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അസ്നാമി പ്രയതാത്മന. അതായത് ഇലയോ പൂവോ പഴമോ ജലമോ യാതൊരുവൻ എനിക്ക് ഭക്തിയോടെ സമർപ്പിക്കുന്നുവോ ആ ശുദ്ധാത്മാവായ ഭക്തൻ സമർപ്പിച്ച ഉപഹാരത്തെ ഞാൻ സ്വീകരിക്കുന്നു. നമ്മൾ അർപ്പണ മനോഭാവത്തോടെ ആ ഭഗവാനോടുള്ള സ്നേഹത്തോടെ ഒരു ഇലയോ പൂവോ കായോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ഭഗവാനെ സമർപ്പിച്ചാൽ ഭഗവാൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കും. ആ കൊടുക്കുന്ന ആളിൻ്റെ മനസ്സ് ശുദ്ധമായിരിക്കണം, ഭഗവാനോടുള്ള അതിയായ സ്നേഹം ഉണ്ടായിരിക്കണം, പ്രേമഭക്തി ഉണ്ടായിരിക്കണം. അതുമാത്രമേ ഭഗവാൻ അവിടെ നോക്കുകയുള്ളൂ. എല്ലാവർക്കും ഭഗവാനോട് ഭക്തി ഉണ്ടാവട്ടെ. അതിനായി ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.